പ്രസംഗത്തിനായി സ്വാമിജിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാമിജി. വേദിയിലെ സദസ്സിലുള്ള സംഗീത പ്രേക്ഷകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രപഞ്ചത്തിലെ ഒരു അമാച്യമായ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതാണ് ദൈവം എന്ന് കരുതുന്നവരാണ് നമ്മളൊക്കെ. ആ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണ് സംഗീതം. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇവിടെ പാടിയതുമാതിരി ആത്മസംതൃപ്തി, അതിനുവേണ്ടി നമ്മുടെ ആത്മസമർപ്പണമാണ് നമുക്ക് ആവശ്യം. ഇവിടെ വളരെ നല്ല രീതിയിൽ അത് തന്നെ ആദ്യം ഇവർ മേധ വന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു സാധാരണ സംഗീതം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ ബഹുമാനവും ഭക്തിയും തോന്നുകയാണ്. കാരണം ഇത്രയും നല്ല ഒരു സംഗീതം അവതരിപ്പിക്കാൻ അവർ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യം ആ വയലിൻ ആരംഭിച്ച് ഇന്ന് ഇതുവരെ പാടിയ 2-3-4 ഗാനങ്ങളൊക്കെ ശരിക്കും 21 പേരും അതുവരെ സമർപ്പണമോ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത്രയും ഭംഗിയായി അവർ പാടിയിട്ടുണ്ട്. അവർ ഇങ്ങനെയുള്ള സംഗീതത്തിൽ ലോകത്തെ മുഴുവൻ ആകർഷിക്കാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സ്നേഹാലോകസുമോഹനവദനാം കരുണാദ്രാനത നയനാം രമ്യാം ശ്രുതജനപാലന വിഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം അമൃതേശ്വരി നമഃ. ഇവിടെ വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ, ദേവലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയ മീരാ മാധവ് സംഗീതത്തിലെ ഗോപാംഗനകൾ, ദേവാംഗനകൾ, അതേപോലെ ഈ സൈഡിലെ ഗന്ധർവന്മാരുണ്ട്, യക്ഷകിന്നര ഗന്ധർവന്മാരുടെ മുഴുവൻ സാന്നിധ്യമുണ്ട്. അത് കേൾക്കാനെത്തിയ 30 കോടി ദേവതകളുമുണ്ട്. നമ്മുടെ ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ചലിപ്പിക്കും, ചിലത് മനസ്സിനെ ചലിപ്പിക്കും. ഇവിടെ ആത്മാവിനെ സ്പർശിക്കുന്ന കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ ശ്രമിച്ചത്. അമ്മ പറയാറുണ്ട്, ഈ പ്രപഞ്ചം ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ഇവിടെ ഈ സംഗീതജ്ഞന്മാർ ഒരുമിച്ച് പെർഫോം ചെയ്ത ഈ സംഗീത പരിപാടി, ഇവിടെ ഓരോ ഇൻസ്ട്രുമെൻറ്റും പാടുന്ന ഓരോരുത്തരും ഒരു മാസ്റ്റർ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ട്യൂൺഡാണ്. തമ്പുരു, ശ്രുതി, ആ ശ്രുതി ട്യൂൺഡ് അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ട് പാടിയാലും ആസ്വാദ്യകരമാവില്ല. ആ താളലയത്തിലാണ് നമ്മളെ ആനന്ദിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആ ഈശ്വരന്റെ ചൈതന്യവുമായി ട്യൂൺഡാകുമ്പോൾ, അഥവാ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സ്വാമിജി, ഗോകുലം ഗോപാലചേട്ടൻ, ദേവചേട്ടൻ, അതുപോലെ വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട എല്ലാ വ്യക്തികൾക്കും, അതുപോലെ തന്നെ എൻ്റെ ഇവിടെ വന്ന എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നല്ല, ഇന്ന് ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വേറെ ഒന്നല്ല, അത്ര നല്ല എഫർട്ട് എടുത്ത് പാടുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മീരാ മാധവത്തിൻ്റെ മെയിനായിട്ടുള്ള മേധയും അതേപോലെ തന്നെ പ്രമോദ് പപ്പനും കൂടി എൻ്റെ ക്യാബിൽ വരികയാണ്. തൃശ്ശൂരിലെ എൻ്റെ ഓഫീസിൽ വരികയാണ്.
അന്ന് പ്രമോദ് പപ്പനെ മാത്രമേ ഞാൻ അറിയുള്ളൂ, ഈ കുട്ടിയെ അറിയില്ല. അപ്പോൾ മേധോട് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്? സാറേ ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്ന ടീമാണ്, സാറ് ഒന്ന് സ്പോൺസർ ചെയ്യണം, ഒന്ന് അനുഗ്രഹിച്ച് വിടണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ടീമിനെ കുറിച്ച് പറയുകയാണ്, നന്ദഗോവിന്ദൻ ടീം തൃശ്ശൂർ വന്നപ്പോൾ ഫസ്റ്റായിട്ട് ഞാനാണ് അവരെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. അതിന്ന് കേരളത്തിലെ എല്ലാ സൗത്ത് ഇന്ത്യയിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പായി മാറി. അതുപോലെ മീരാമാധവും അതുപോലെ വലിയൊരു ഗ്രൂപ്പായി മാറും. തീർച്ചയായും നിങ്ങളെല്ലാവരെയും പ്രോത്സാഹനവും സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായും മാറും. അന്ന് ഇവരെൻ്റെ ക്യാബിൽ വന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മകളെ ഞാൻ വിളിച്ചു, ഐശ്വര്യ ഒന്ന് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഈ ഗ്രൂപ്പിനെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ അവരെ ഒന്ന് അനുഗ്രഹിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നല്ലൊരു ഗ്രൂപ്പായി മാറട്ടെ. അതേപോലെ തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു പ്രശസ്ത ഗ്രൂപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. ജനങ്ങളെ, മീരാമാധവൻ എന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ വണ്ടർഫുൾ ഒരിക്കലും ഒരു ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന് തോന്നുന്നില്ല. വളരെ ഗ്രൂപ്പ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഗ്രൂപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ഗംഭീരമായ തുടക്കമെന്ന് പറയാനുള്ളതിന് കാരണം ഇത്രയും സ്വാമിജിയുടെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, ഗോപാലേട്ടൻ്റെ ബർത്ത്ഡേയോടൊപ്പം തന്നെ തുടക്കം, പിന്നെ ഇപ്പോൾ നന്ദിലത്തായാലും സ്വയംവര സിൽസായാലും ഏറ്റവും ഗംഭീരമായ സ്പോൺസേഴ്സ്, മനോജ്, ദേവേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ലോകമെമ്പാടും ഉള്ള ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പ്രശസ്തരാവട്ടെ, നന്നായി വരട്ടെ. ഗോഡ് ബ്ലെസ്. ഒരുപാട് സന്തോഷം. ഈ ഒരു നിമിഷം ഇന്ന് ഭക്തിയുടെ കാലഘട്ടമാണ്, ഭക്തി സംഗീതത്തിനാണ് ഇന്ന് പ്രാധാന്യം. ഇതിനു മുമ്പും മറ്റുള്ള പല ഭജന ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു കോർഡിനേഷൻ പറയാതിരിക്കാൻ വയ്യ. അവരുടെ സെലക്ഷൻസ് നമ്മൾ ശരിക്കൊരു പാട്ട് കേട്ടാൽ നമ്മുടെ ശരീരം അത് അറിയിക്കും. ഒരു രോമാഞ്ചത്തിലൂടെ അത് നമ്മളെ പറയില്ലേ, പെട്ടെന്നൊന്ന് ടച്ച് ചെയ്തു. അങ്ങനെ അവർ ആ സ്വരങ്ങളൊക്കെ ആ ഭേരിയും സിന്ധുഭൈരവിയും എനിക്ക് ഒത്തിരി കുറേ സുഖം തോന്നിയത്. അതൊക്കെ ഒത്തിരി ഭംഗിയായി. ഇനിയും ലോകമെമ്പാടും ഇവരുടെ സംഗീതം, ഇവരുടെ ഭക്തി അറിഞ്ഞാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. വ്യാസന്റെ വാക്കുകളിലേക്ക് നാരായണ. എല്ലാവർക്കും ഹൃദയമായ നമസ്കാരം. മീരാമാധവത്തിൻ്റെ ഈ അനുഗ്രഹീതമായിട്ടുള്ള സന്ധി ഗുരുവായൂരപ്പൻ്റെയും അമ്മയുടെയൊക്കെ നിരവധിയായിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഭജനയുടെ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന മീരാമാധവത്തിൻ്റെ മുഴുവൻ ഭക്തഗീതമാർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേധാജിയുടെ വലിയൊരു വിഷനാണ്. എത്രത്തോളം അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ചെറിയൊരു ഭാഗം എനിക്കറിയാം. അതിനുള്ള റിട്ടേൺ ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും ഈ മുഴുവൻ ടീമിനും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹീതമായിട്ടൊരു സഹകരണം നേരുന്നു. പറയാം. ഇപ്പോഴും അച്ഛനെ തേടി അവാർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരപൂർവമായ കാഴ്ചയാണ്, നിമിഷമാണ്. ഒരുപാട് നന്ദി ഈ അവസരം ഉണ്ടാക്കി തന്നതിൽ. അവാർഡിൻ്റെ പേര് സ്വർഗീയ സംഗീതം എന്നാണ്. സ്വർഗത്തിലിരുന്ന് ഇന്നെൻ്റെ അച്ഛൻ ഏറ്റവും സന്തോഷിക്കുന്നൊരു ദിവസമായിരിക്കാം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചെങ്കിലും ഇന്നിവിടെ നടന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ ലഭിച്ചിരിക്കുന്ന ഈ അവാർഡാണ്. സ്വർഗത്തിലിരുന്ന് എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്, സന്തോഷിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും. നമ്മളെ ഭക്തിയുടെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ മറ്റൊരു ലോകത്തേക്കാണ് ഇത്രയും നേരം മീരാമാധവൻ കൊണ്ടുപോയത്. ഗംഭീരമാണ്, ഒരു രക്ഷയില്ല, വാക്കുകളില്ല പറയാൻ. അത്രയധികം ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ഫുൾ ടീം ലോകമെമ്പാടും പ്രചരിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂടെ ഞാൻ വേണ്ടി 2 ലൈൻ പാടാം, ഇല്ലേ? അങ്ങനെയല്ല, അതില്ല നല്ലത്. അച്ഛൻ്റെ ഏതെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? തുടക്കത്തിൽ വയലിൻ വായിച്ചത് അച്ഛൻ്റെ രാധതൻ പ്രേമത്തിൻ്റെ ഈണമായിരുന്നു. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ ഞങ്ങൾ കേൾക്കാം. പക്ഷെ ഇവരുടെ ശബ്ദത്തിൽ ചിലപ്പോൾ മനോജേട്ടന്റെ ശബ്ദം അവരോട് പോട്ടെ. ബി ജി ഇട്ടോളൂ. എല്ലാവരും ഇരിക്കും. തയ്യാറെടുക്കുന്ന സമയത്ത്